ആശിക്കേട്ട, പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലൈംഗിക അതിക്രമങ്ങളിൽ നിന്ന് തടയിടാനായി അവരെ അതിൽ നിന്ന് സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ് പോക്സോ. 2012 ഈ ആക്ട് ഉൾപ്പെടെ നിലവിൽ വരുന്നത്. പക്ഷേ ദിനം പ്രതി ഇപ്പോൾ ഇത്തരത്തിലുള്ള വാർത്തകൾ, അതായത് പോക്സോ വ്യാജ വാർത്തകൾ വരുന്നതായി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഈ അടുത്ത് നമ്മളെ ഞെട്ടിച്ചൊരു സംഭവമാണ് മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന വാർത്ത. ഇതിലൊരു 21 വയസ്സുകാരി 8 വയസ്സുകാരനെ പീഡിപ്പിച്ചെന്ന് വ്യാജ വാർത്ത കൊടുക്കുകയായിരുന്നു, വ്യാജ പരാതി കൊടുക്കുകയായിരുന്നു. ഇതിൽ ആ യുവതി 21 വയസ്സുകാരി ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുള്ളൊരു വ്യക്തിയാണ്. ഈ പ്രതിയുടെ ബന്ധുക്കളെയും കൂട്ടിച്ചേർത്തിട്ടാണ് ഈ പരാതി വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശബ്ദമുയർത്തിയ ഒരു സ്ത്രീക്കെതിരെ പോക്സോ പരാതി നൽകിക്കൊണ്ട് ബന്ധുക്കൾ അടിച്ചമർത്തുകയായിരുന്നു. അല്ലെങ്കിൽ ഒരു പോക്സോ കേസൊക്കെ അറിയാം, നമ്മുടെ രാജ്യത്ത് വലിയ അത് കുട്ടികളെ ലൈംഗികമായി ഉപദ്രവിച്ചാൽ മാത്രമല്ല, ശാരീരികവും മാനസികവുമായിട്ടുള്ള രീതിയിൽ ഉപദ്രവിക്കുന്നവർക്കെതിരെ കർശനമായിട്ടുള്ള നടപടി എടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ആക്റ്റാണ് പോക്സോ. അപ്പോൾ ഈ ഒരു നിയമപ്രകാരം ഒരുപാട് വ്യാജ പരാതികൾ നമ്മുടെ സമൂഹത്തിൽ പലയിടങ്ങളിൽ നിന്നായി ഉയർന്നു വരുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് വന്നതാണ് ഇതുപോലെ മൂവാറ്റുപുഴയിൽ നിന്നുള്ള സംഭവം. ഈ കുട്ടി ഇപ്പോൾ കൃഷ്ണ പറഞ്ഞതുപോലെ ഈ കുട്ടിയെ ലൈംഗികമായി ചൂഷണം ചെയ്ത പ്രതിക്കുണ്ടായ ഒരു വൈരാഗ്യം, ആ വൈരാഗ്യത്തിന്റെ പേരിലാണ് 9 വയസ്സുകാരനെ മുൻനിർത്തി ഈ ഒരു ചെറിയ കുട്ടിയെ മുൻനിർത്തി ഈ പെൺകുട്ടിക്കെതിരെ കേസ് കൊടുക്കുന്നത്. അങ്ങനെ ഇവരുടെ പരാതിയിൽ പോലീസ് കേസ് എടുക്കുന്നു, അന്വേഷണം തുടങ്ങുന്നു. അന്വേഷണത്തിനിടയിൽ ഈ പരാതി പൂർണ്ണമായിട്ടും വ്യാജമാണ് എന്ന് തെളിയിക്കപ്പെട്ടു. ആ ഒരു ജഡ്ജിയുടെ ആ ഒരു നിരീക്ഷണത്തിലാണ് ഈ കുട്ടിക്കെതിരെയുള്ള കേസ് തള്ളപ്പെടുന്നത്. അങ്ങനെ ഈ ഒരു സംഭവത്തിൽ ഈ പെൺകുട്ടി അല്ലെങ്കിൽ 21-കാരി ഈ കുട്ടിയുടെ വീട്ടിൽ പോയിട്ടില്ല എന്നുള്ള കാര്യങ്ങളെല്ലാം തെളിവ് സഹിതം അതായത് കോടതിയിൽ അവതരിപ്പിച്ചത് കൊണ്ട് മാത്രം, അതായത് സ്വയം നിരപരാധിത്വം നിയമസഹിതം അല്ലെങ്കിൽ തെളിവ് സഹിതം കോടതിയിൽ ബോധിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടി രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഇന്നും ആരോപണ വിധേയമായി സമൂഹത്തിനുള്ളിൽ കഴിയേണ്ടി വന്നേനെ. ഇതിൽ പ്രധാനമായിട്ടും 2021 ഏപ്രിൽ 15 മുതൽ മെയ് 1 വരെ ഈ കുട്ടിയെ ഈ കാലയളവിൽ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. പക്ഷേ അതിൽ ഒരു സത്യസന്ധമായിട്ടുള്ളൊരു വാർത്തയുമല്ലാതെ, ഒന്നും വിചാരിക്കാതെ ഇതിൻ്റെ അന്വേഷണം ഉണ്ടാകുമെന്നോ ഒന്നും കൃത്യമായിട്ട് ആ പരാതി കൊടുത്തിട്ടുള്ളവർ വിചാരിച്ചു കാണില്ല. അല്ലെങ്കിൽ ഇവർ ഈ വീട്ടിൽ താമസിച്ചിട്ടില്ല. ഈ പറയുന്ന കാലയളവിൽ ഈ പരാതി കൊടുത്ത 8 വയസ്സുകാരൻ്റെ അമ്മയും 8 വയസ്സുകാരനൊന്നും ഈ 21 വയസ്സുകാരിയുടെ വീട്ടിൽ, ആരോപണ വിധേയയുടെ വീട്ടിൻ്റെ അടുത്ത് താമസിച്ചിട്ടില്ല, അയൽക്കാരായിരുന്നില്ല. ഇവർ വേറെ സ്ഥലത്തായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ വിചാരിച്ച് കാണുക, പോക്സോ അല്ലേ, പോക്സോ കേസ് ആയതുകൊണ്ട് വലിയ അന്വേഷണവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പരാതി കൊടുത്ത ഉടനെ നടപടി സ്വീകരിക്കും, അപ്പോൾ പെട്ടെന്ന് തന്നെ ആൾക്ക് നടപടിയും ആളെ ജയിലിൽ അടയ്ക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പും ഉണ്ടാവും, ഇതിന് മേൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു അന്വേഷണമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് ആയിരിക്കും, ആ ധാരണയിലായിരിക്കും ഈ പരാതി ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ സംബന്ധിച്ച് പോക്സോ വ്യാജ കേസുകൾ നമ്മുടെ കേരളത്തിൽ കൂടി വരുന്നു എന്നുള്ളതാണ്. ഇപ്പോ കൃഷ്ണ പറഞ്ഞിരുന്നല്ലോ, അതായത് പോക്സോ ആണ് കേസ് ആയതുകൊണ്ട്, അതായത് പെട്ടെന്ന് ഉടനടി ആക്ഷൻ എടുക്കുമെന്നുള്ള ആ ഒരു ബോധം അല്ലെങ്കിൽ ആ ഒരു ബോധ്യം ഈ ഒരു പരാതിക്കാർക്ക് അല്ലെങ്കിൽ ഈ ആരോപണക്കാർക്ക് മുന്നിലുണ്ടായിരുന്നു. പക്ഷേ ഈ പോലീസുകാർക്ക്, ഈ പോക്സോ കേസിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു കർശന നിർദ്ദേശമുണ്ട്. ഈ ഒരു കേസിൽ ഉടൻ തന്നെ കേസ് എടുത്തതിന് ശേഷം ഉടനെ ഈ ഒരു പ്രതിയെ പിടികൂടണം, അല്ലെങ്കിൽ ചെറിയ ടൈം ലിമിറ്റിനുള്ളിൽ പ്രതിയെ പിടികൂടണം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ഗൈഡ് ലൈൻ അല്ലെങ്കിൽ ഇവർക്കൊരു കർശന നിർദ്ദേശം ഉണ്ട്. ഇതാണ് ഈ വ്യാജമായി പരാതി കൊടുക്കുന്നവരുടെ ഏക പിടിവള്ളി. ഇപ്പോൾ കുറച്ച് നാൾ മുമ്പ് നടന്ന, അല്ലെങ്കിൽ 2-3 ആഴ്ച മുമ്പ് നടന്ന ഒരു കാര്യം പറയാം. അത് നമ്മുടെ കേരളത്തിൽ മുഴുവൻ ഞെട്ടിച്ച ഒരു വാർത്തയാണ്. 9ാം ക്ലാസ്സുകാരിയെ അവരുടെ സഹപാഠിയും അല്ലെങ്കിൽ മറ്റു കുട്ടികളും ചേർന്ന് ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന കേസിൽ ഇതുപോലെ ചെറിയ കുട്ടികളും അല്ലെങ്കിൽ പ്രായപൂർത്തിയായ ഒരു 18 വയസ്സിന് ശേഷമുള്ള ഒരു യുവാവും പ്രതിയായി എന്നൊരു വാർത്ത കേരളത്തിലാകെ കത്തിപ്പടർന്നു. ആ ഒരു കേസിന്റെ അന്വേഷണം വ്യക്തമായിട്ടുള്ള രീതിയിൽ നടക്കാതെ
ഈ ഒരു 20 വയസ്സുകാരനെ, അതും ഹാർട്ട് പേഷ്യൻ്റ് ആയിരുന്നു, വീട്ടിൽ ചെന്ന് മർദ്ദിച്ച് അവശനാക്കി സ്റ്റേഷനിലേക്ക് പിടിച്ചെത്തി. ഈ അവസാനം ഈ അന്വേഷണത്തിൻ്റെ ഒരു പോയിന്റിലാണ് മനസ്സിലായത് ഈ ഒരു കേസ് വെറും ഫാബ്രിക്കേറ്റഡ് ആണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ തമ്മിലുള്ള ഒരു പ്രതികാരത്തിൻ്റെ പേരിലാണ് ഈ കുട്ടി സ്കൂളിലെ കൗൺസിലിങ്ങിനിടയിൽ ഇതുപോലെ അധ്യാപകരോട് ഈ ഒരു കാര്യം പറയുന്നത്. അതായത് സ്വന്തം സഹപാഠി ഉൾപ്പെടെ അല്ലെങ്കിൽ 10-13 പേർ തന്നെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ചില സിനിമകളിൽ നിന്നുള്ള ഇൻസ്പിറേഷൻ കൊണ്ടാണ് ഇതുപോലെ കുട്ടികൾ ഈ ഒരു രീതിയിലേക്ക് കള്ളമൊഴികളും അല്ലെങ്കിൽ ഇതുപോലെ വ്യാജ ആരോപണങ്ങളും ഉന്നയിക്കുന്നതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഇപ്പോൾ ആ ഒരു SIക്ക്, അതായത് ഇപ്പോൾ ഈ 20-കാരനെ, അതായത് ഹാർട്ട് പേഷ്യൻ്റ് ആയുള്ള യുവാവിനെ മർദ്ദിച്ച കേസിൽ ആ ഒരു SIക്കെതിരെ കേസ് എടുത്തിട്ടുമുണ്ട്, അല്ലെങ്കിൽ സസ്പെൻഷനിലുമാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവം ഒന്നും അല്ലടോ. അതായത് ഇതിനു മുമ്പ് നമ്മുടെ കടമ്പൂരിൽ നടന്നിട്ടുണ്ട്, തൊടുപുഴയിൽ നടന്നിട്ടുണ്ട്, അങ്ങനെ പലയിടങ്ങളിലായി നടന്ന പല കേസുകളുണ്ട്. അതെ, തൊടുപുഴയിലെ ഒരു പാസ്റ്റർക്കെതിരെ 2014 ഒരു പോക്സോ കേസ് വന്നു. അദ്ദേഹത്തെ ഇരട്ട ജീവപര്യന്തം 6 വർഷം കൊണ്ട് നിയമം പഠിച്ച് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം, പോക്സോയെക്കുറിച്ചും എല്ലാ നിയമവശങ്ങളും പഠിച്ച ശേഷം തൻ്റെ സ്വന്തം നിരപരാധിത്വം തെളിയിക്കുകയായിരുന്നു. കൂടാതെ കോട്ടയത്ത് പാലായിലുണ്ടായി 36 വർഷത്തെ അധ്യാപന ജീവിതം നയിച്ചു വന്ന ആ ഒരു അധ്യാപകനെതിരെ ഈ വ്യക്തിവൈരാഗ്യത്തിൻ്റെ പേരിൽ ഈ ഒരു വിദ്യാർത്ഥി പോക്സോ കേസ് കൊടുക്കുകയാണ്. തുടർന്ന് ആ ഒരു അധ്യാപകനെ പോലീസ് കൊണ്ടുപോയി ജയിലിലിടുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം, അല്ലെങ്കിൽ ഈ അന്വേഷണത്തിന് ശേഷം, ആ ഒരു അധ്യാപകൻ നിരപരാധിയാണെന്ന് തെളിയുന്നു. അവസാനം ഈ ഒരു അധ്യാപകൻ്റെ കാലിൽ വീണ്, സ്കൂളിൻ്റെ മുറ്റത്ത് വീണ് മാപ്പ് ചോദിക്കുന്ന രംഗവും കേരളം കണ്ടിട്ടുള്ളതാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, പോക്സോ എന്ന ആ ഒരു നിയമത്തെ ഈ അതായത് എതിരാളികൾ അല്ലെങ്കിൽ സ്വന്തം പക അല്ലെങ്കിൽ എതിരാളികളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടി ഈ ഒരു നിയമത്തെ ദുരുപയോഗം ചെയ്യുന്ന കാഴ്ചകളാണ് ഈ ഒരു സംഭവങ്ങളെല്ലാം കോർത്തിണക്കുന്നത്. ഇതില് ഇന്ന് ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഏറ്റവും നമ്മളെ അതിശയിപ്പിച്ച വാർത്തയാണ് ഈ പറയുന്ന മൂവാറ്റുപുഴയിലെ കേസ്. ഇതില് ആ പെൺകുട്ടി പരാതി കൊടുക്കുന്നൊരു സ്ഥിതി ഉണ്ടായി. തനിക്കേറ്റ 21 വയസ്സുകാരി തനിക്കേറ്റ ലൈംഗിക അതിക്രമത്തിനെ സംബന്ധിച്ച് പരാതി കൊടുക്കുന്നൊരു നിലയുണ്ടായി. പക്ഷേ അതിനെ അട്ടിമറിക്കാൻ വേണ്ടി, ആ പരാതിയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി ആ പ്രതിയും ബന്ധുക്കളും ചേർന്നിട്ടാണ് ഈ 8 വയസ്സുകാരനെ അവിടെ കരുവാക്കിയിരിക്കുന്നത്. അപ്പോൾ കുട്ടികളെയും ചൂഷണം ചെയ്യാൻ വേണ്ടിയിട്ട് മാതാപിതാക്കൾ മുന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ്. തൻ്റെ മകനെ സംബന്ധിച്ച് ഒരു വാർത്ത കൊടുത്താലും അല്ലെങ്കിൽ ഒരു പരാതി കൊടുത്താലും പ്രശ്നമില്ല, ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേസാകുമല്ലോ എന്ന രീതിയിലേക്ക് കുട്ടികളെ കരുവാക്കുന്ന, ആ കുട്ടിക്ക് ചിലപ്പോൾ ഇതിനെപ്പറ്റി ഒരു ധാരണയും ഉണ്ടാവില്ല. ആ കുട്ടി ചിലപ്പോൾ അറിഞ്ഞു പോലും കാണില്ല തനിക്കെതിരെ തൻ്റെ പേരിൽ ഇങ്ങനൊരു പരാതി ഉണ്ട് എന്ന്. വീട്ടുകാരുടെ നിർബന്ധപ്രകാരമൊക്കെയും കുട്ടികൾ ഇതിൽ കരിവായി മാറുന്നുണ്ട്. അതിൽ കുട്ടികളുടെ അവകാശങ്ങൾ ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയമാണ്. നമ്മൾ ഈ പോക്സോ ഉൾപ്പെടെയുള്ള 2012 വന്ന ഈ നിയമം ഉൾപ്പെടെ കുട്ടികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. അതല്ലാതെ അന്താരാഷ്ട്ര ലെവലിൽ പരിശോധിക്കുമ്പോൾ UNCRC ഉൾപ്പെടെയുള്ള കുട്ടികളുടെ അവകാശങ്ങൾ വലിയ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയം കൂടിയാണ്. കുട്ടികൾക്ക് അവകാശങ്ങൾ നിലനിൽക്കെ ഇത് എന്തിനാണ് തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി, കൃത്യമായി കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടിയും പ്രതികൾക്ക് തക്കതായ ശിക്ഷ, അത് പോക്സോ കേസിലൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ വാർത്തയാകുമെന്നതിനപ്പുറത്തേക്ക് നല്ല കാലയളവിൽ ശിക്ഷ അനുഭവിക്കേണ്ട ഒരു സ്ഥിതി കൂടെയുണ്ട്. അതിൽ നിന്നൊക്കെ ഇറങ്ങുക എന്നുള്ളത് സാധാരണ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസമുള്ള ഒരു കാര്യമായിരിക്കും. അത് മാത്രമല്ല, ഇപ്പൊ ഈ വ്യാജ പോക്സോ പരാതി കൊടുത്ത് ഒരാളുടെ പ്രതിച്ഛായ തകർക്കുന്നവർക്കെതിരെ അല്ലെങ്കിൽ അവർക്കെതിരെ ഒരായുധം, ഈ ഒരു ആരോപണ വിധേയരാവർക്കുണ്ട്. അതായത് സെക്ഷൻ 22 എന്ന് പറയും, ഈ പോക്സോ ആക്ടിലെ സെക്ഷൻ 22. ഈ സെക്ഷൻ 22 പ്രകാരം വ്യാജ ആരോപണം നൽകിയ ആൾക്കെതിരെ പെറ്റീഷൻ കൊടുത്താൽ, ഈ വ്യാജ ആരോപണം കൊടുത്താൽ 6 മാസം തടവും അല്ലെങ്കിൽ പിഴയും, ചിലപ്പോൾ രണ്ടും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. ഈ ഒരു നിയമം പലർക്കും അല്ലെങ്കിൽ നമ്മുടെ പൊതുജനങ്ങൾക്ക് അറിയില്ലാത്തൊരു കാര്യമുണ്ട്. അതുകൊണ്ട് മാത്രം ഈ സങ്കടക്കടലിൽ കഴിയുന്ന ഒരുപാട് പേരുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു പോക്സോയുടെ ദുരുപയോഗം ഹൈക്കോടതി വരെ അഡ്രസ്സ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതായത് ഉദാഹരണം പറയാം, അതായത് ഒരു ഭർത്താവും ഭാര്യയും സെപ്പറേറ്റ് ആവുകയാണ്. കുട്ടിയുടെ അവകാശം ഈ തനിക്ക് വേണമെന്ന് പറഞ്ഞ്
ഭർത്താവിനെതിരെ ഇതുപോലെ പോക്സോ കേസ് കൊടുത്ത ചരിത്രം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. സ്വന്തം കുട്ടിയെ അതെ, സ്വന്തം കുട്ടിയുടെ അവകാശത്തിന് വേണ്ടി ഭർത്താവിനെതിരെ സ്വന്തം കുട്ടിയെ കരുവാക്കി പോക്സോ കേസ് കൊടുക്കുന്ന ഭാര്യ. അത്ര രീതിയിൽ ഈ ഒരു നിയമം ദുരുപയോഗപ്പെടുമെങ്കിൽ സാധാരണക്കാരൻ്റെ അല്ലെങ്കിൽ ഏത് ലെവലിലുള്ള ഏത് പ്രവർത്തന മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാൾക്കെതിരെ ഒരു ചെറിയ കുട്ടിയെ ഉപയോഗിച്ച് അയാളുടെ പ്രതിച്ഛായ തകർക്കാൻ ഈ നിയമം ഉപയോഗിക്കാം. അത് മാത്രമല്ല, ഈ ഇരയാക്കപ്പെടുന്ന കുട്ടികളുണ്ട്, അതായത് ആരോപണ വിധേയരാക്കപ്പെടുന്ന അല്ലെങ്കിൽ ഇവർ മുന്നിൽ നിർത്തുന്ന കുട്ടികളുണ്ടല്ലോ, ഈ കുട്ടികൾക്ക് അല്ലെങ്കിൽ ശരിക്കുള്ള പോക്സോ കേസ് വരുമ്പോൾ സാധാരണക്കാർക്ക് അല്ലെങ്കിൽ ഈ ഒരു വാർത്ത കേൾക്കുന്ന ആൾക്കാർക്ക് സംശയം വരും. അതായത് ഈ കേസ് ജെനുവിൻ ആണോ അതോ ഫേക്ക് ആണോ എന്നുള്ളത്. അല്ലെങ്കിൽ ആ ഒരു സമയത്ത് ഇവർക്ക് നീതി നിഷേധിക്കപ്പെടാൻ ഒരു സാഹചര്യം ഒരുങ്ങും. അതുമാത്രമല്ല, ഈ നിയമം അല്ലെങ്കിൽ ഈ ഒരു പോക്സോ ചുമത്തുന്നത് കൊണ്ട് ഒരാൾക്കുണ്ടാകുന്ന അല്ലെങ്കിൽ സമൂഹത്തിനിടയിൽ ഉണ്ടാകുന്ന ഒരു ഒറ്റപ്പെടലുണ്ടല്ലോ. ഇപ്പോൾ കൃഷ്ണ എനിക്ക് ഇതുവരെ ഒരു കേസ് കൊടുക്കുകയാണ്, ഇപ്പോൾ അത് വ്യാജ കേസാണ്. അപ്പോൾ ഈ ഒരു കേസ് ഞാൻ തെളിയിക്കുന്നത് വരെ ഞാൻ ഇവിടെ ഒരു ആരോപിതനാണ്, കുറ്റവാളിയാണ്. ആരോപിതനല്ല, അവിടെ സമൂഹത്തിന് മുന്നിൽ ഞാനൊരു കുറ്റവാളിയാണ്. എന്നെ ആ ഒരു രീതിയിൽ ഒറ്റപ്പെടുത്തുകയോ ചിലപ്പോൾ കയ്യേറ്റം ചെയ്യുകയോ അല്ലെങ്കിൽ കൊലപ്പെടുത്താൻ തന്നെ ശ്രമിക്കുകയോ ചെയ്യും. അപ്പോൾ ഇതൊന്നും കൃഷ്ണയെ ബാധിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഈ പോക്സോ കേസിൽ ഞാൻ പ്രതിയല്ല എന്ന് തെളിയിക്കേണ്ടത്. അത് ഞാൻ തെളിയിക്കണം, വ്യക്തമായ തെളിവുകളോട് തെളിയിക്കണം. അവിടെയാണ് ഈ ഒരു നിയമത്തിൻ്റെ ദുരുപയോഗത്തിൻ്റെ ഏറ്റവും വലിയ ദൂഷ്യവശങ്ങൾ.